ഓഡിറ്റ് നിർബന്ധമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് MSME-കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഈ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഈ വർഷത്തെ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള പേയ്മെന്റ് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയം വരും. അത് നമ്മുടെ ലാഭമായിട്ട് കൂടുകയും ചെയ്യും, ലാഭത്തിന്റെ ടാക്സ് നമ്മൾ അടക്കുകയും ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരുടെയൊക്കെ കയ്യിൽ നിന്നാണോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നത് അവർ MSME ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഇന്ന് ബാങ്ക് ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പല കച്ചവടക്കാരും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിച്ചാൽ ഈ വകുപ്പ് അപ്ലിക്കബിൾ ആവും. അപ്പൊ ഈ വകുപ്പ് ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണം ഈ നിയമം ഇന്ന് വന്നതല്ല. MSME ആക്ട് പ്രകാരം ഇത് മുമ്പേ ഉള്ള വകുപ്പാണ്. പക്ഷേ അത് ഇൻകം ടാക്സിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴാണ് അത് ചെറുതായിട്ടൊന്ന് ലോക്ക് ആവുന്നത്. കാരണം നമ്മൾ ഏത് സാമ്പത്തിക വർഷമാണോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് മാർച്ച് 31 മുമ്പ് കൊടുത്തു തീർക്കുക, ഇല്ലെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ലാഭം കൂടുന്നുള്ളതാണ്. ഇനി ഇതിന്റെ വേറെ കാര്യം എന്ന് പറയുന്നത് GST-യുമായിട്ട് ബന്ധപ്പെട്ട ഇതേ വിഷയമുണ്ട്. നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ കടത്തിനൊക്കെ വാങ്ങിച്ചിട്ടാണ് സംഭവങ്ങൾ ചെയ്യുന്നതെങ്കിൽ 180 ഡേയ്സിനുള്ളിൽ അത് കൊടുത്തിട്ട് അതിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വകുപ്പും കൂടി ഉണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ ഞാനതിന് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങൾ ചെയ്യുക. ആക്ച്വലി ഇത് ചെറുകിട കച്ചവടക്കാരുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പർ ആക്കാനും അവരുടെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. ഇതിന് ഗുണവും ഉണ്ട്, അതേപോലെ കുറച്ച് ദോഷങ്ങളും ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു സാമ്പത്തിക വർഷമാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ പേജ് മറ്റുള്ള ബിസിനസ്സുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.